ഗുണ്ടാ നേതാവിനൊപ്പം ഒളിച്ചോടിയ IAS ഉദ്യോഗസ്ഥന്റെ ഭാര്യ വീട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ജീവനൊടുക്കി. ഗുജറാത്തിലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സെക്രട്ടറി രൺജിത് കുമാറിന്റെ ഭാര്യ സൂര്യ ജയ് ആണ് മരിച്ചത്. ശനിയാഴ്ച വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി ചികിത്സയിലിരിക്കെ ഞായറാഴ്ച മരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥൻ വീട്ടിൽ കയറ്റാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഇവർ വിഷം കഴിച്ചത്. IAS ഉദ്യോഗസ്ഥനായ രൺജിത് കുമാറിന്റെ ഗാന്ധിനഗർ സെക്ടർ 19 വീട്ടിൽ വെച്ചാണ് സൂര്യ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലടക്കം ഉൾപ്പെട്ട സൂര്യ തിരികെ ഭർത്താവിനൊപ്പം താമസിക്കാനെത്തിയപ്പോൾ ഇവരെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതോടെയാണ് യുവതി വിഷം കഴിച്ച് ജീവനൊടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. വിഷം കഴിച്ച ശേഷം യുവതി തന്നെ 108 വിളിച്ച് ആംബുലൻസ് വരുത്തി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. 9 മാസം മുൻപാണ് ആൺ സുഹൃത്തും ഗുണ്ടാ നേതാവുമായ മഹാരാജ ഹൈക്കോർട്ട് എന്നയാൾക്കൊപ്പം സൂര്യ ഒളിച്ചോടിയത്. ഇതിന് പിന്നാലെ മധുരയിൽ നിന്ന് 14 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മഹാരാജയും സൂര്യയും ഇവരുടെ കൂട്ടാളി സെന്തിൽകുമാറും പ്രതികളായി. കുട്ടിയുടെ അമ്മയുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് പ്രതികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. 2 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെങ്കിലും മധുര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 14-കാരനെ സുരക്ഷിതമായി മോചിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഇവർക്കിടയിൽ സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികളായ 3 തമിഴ്നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. കേസിൽ തമിഴ്നാട് പോലീസ് പിടികൂടുമെന്ന് ഭയന്ന് അറസ്റ്റ് ഒഴിവാക്കാനായാണ് ശനിയാഴ്ച സൂര്യ ഭർത്താവായ IAS ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തിയത്. എന്നാൽ സൂര്യയെ ഒരിക്കലും വീട്ടിൽ കയറ്റരുതെന്ന് രൺജിത് കുമാർ വീട്ടുജോലിക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ സൂര്യയ്ക്ക് വീട്ടിൽ പ്രവേശിക്കാനായില്ല. തുടർന്ന് യുവതി വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം 2023 മുതൽ രൺജിത് കുമാറും സൂര്യയും പിരിഞ്ഞ് താമസിക്കുകയാണെന്നും ഇവരുടെ വിവാഹമോചന നടപടികൾ നടന്നുവരികയാണെന്നും IAS ഉദ്യോഗസ്ഥന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാഹമോചന നടപടികൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെയാണ് ഈ സംഭവമുണ്ടായതെന്നും അഭിഭാഷകൻ പറഞ്ഞു. അതിനിടെ സൂര്യ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തമിഴിലാണ് ഇവർ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിലെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. യുവതിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ രൺജിത് കുമാർ വിസമ്മതിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.